സോ ഹലോ ഗീസ്, അപ്പോൾ നമ്മളിന്ന് എൻ്റെ സോ എൻ്റെ അടുത്തൊരു ബ്രോ കാര്യങ്ങളും പറയാനുണ്ടായിരുന്നു. എൻ്റെ ഈ ബ്രോയും കാര്യങ്ങളും എൻ്റെ ഫ്രണ്ടാക്കുമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ ഞാൻ ഫ്രണ്ടാക്കി ഇപ്പോൾ 1v1 കാര്യങ്ങളും കളിച്ചിട്ടുണ്ടായിരുന്നു. സോ അത് വീഡിയോ കാര്യങ്ങൾ യൂട്യൂബിൽ ഇടുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ നമ്മൾ ഇന്ന് യൂട്യൂബിലും കാര്യങ്ങളൊക്കെ ഇതാണ്. സോ ഓക്കെ, പിന്നെ ഞാനിന്ന് ഈ വീഡിയോ ഇടാനല്ല ഉദ്ദേശിച്ചത്, ബട്ട് ഇതാണ്. ഓക്കെ, സൗണ്ട് കുറയ്ക്കല്ലേ അങ്ങനെ ഞാൻ അങ്ങനെ ഫസ്റ്റ് കളി വന്നിട്ടുണ്ടായിരുന്നത്. ഞാൻ നേരെ വുഡ് പക്കർ വെച്ചിട്ട് ഡ്രാഗ് ചെയ്തു, പക്ഷെ കയറിയില്ല. എന്നിട്ട് ഞാൻ പിന്നെ ഡ്രാഗ് ചെയ്തു, പക്ഷെ അതും കയറിയ. അങ്ങനെയാണെങ്കിൽ M180 എടുത്തപ്പോൾ എടുത്ത് ഡ്രാഗ് ചെയ്ത് അവിടെ നിന്ന് ഇതിട്ട് ഗ്ലൂ ആയിട്ട് അടിച്ചപ്പോൾ അത് ഹെഡ് കയറി കേസ്. ഓക്കെ, ഹെഡ് കയറി ഉണ്ടായിരുന്നു. സോ അവന് ലെഗും കാര്യങ്ങൾ തന്നിട്ടുണ്ട്. സോ അങ്ങനെ ഉണ്ടായിരുന്നു കേസൊക്കെ. അത് നമ്മുടെ സെക്കൻഡ് കളിയും കാര്യങ്ങളൊക്കെ തുടങ്ങുവാണ്. സോ സെക്കൻഡ് കളി അങ്ങനെ തുടങ്ങുന്ന സമയത്ത് ഞാൻ ഓൾറെഡി എടുത്ത അതേ കണ്ടീഷൻ തന്നെയാണ് ഞാൻ എടുത്തത്. പിന്നെ പ്ലസ് ഞാനൊരു ഗ്ലൂ വാൾ എടുത്തിട്ടുണ്ടായിരുന്നു. ഗ്ലൂ വാൾ ഓൾറെഡി കയ്യിലുള്ളതുകൊണ്ട് ഞാൻ അങ്ങനെ അതൊന്നും എടുത്തില്ല. സോ നേരെ ഞാൻ ഓൾറെഡി എടുത്ത സാധനങ്ങൾ തന്നെ എടുത്തിട്ട് ഞാനാണെങ്കിൽ എന്നോട് കളിക്ക് റേസുണ്ട്. ഓക്കെ, സെക്കൻഡ് കളി ആയിരുന്നു. സോ അതിന് മുമ്പ് ഞാൻ വേറൊരു കാര്യം പറഞ്ഞേക്കാം. സോ നമ്മുടെ ലൈവും കാര്യങ്ങളും അല്ല, നമ്മുടെ ഫേസ് റിവ്യൂലും കാര്യങ്ങളൊക്കെ ഇടാൻ എനിക്ക് പ്ലാൻ ഉണ്ട്. സോ നമ്മൾ 50 സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞിട്ടുണ്ട്. സോ നമ്മൾ ലൈവിൽ വരണോ അതോ സാധാ വീഡിയോ പോലെ ഇടണോ എന്നൊക്കെ നിങ്ങൾ പറഞ്ഞാൽ മതി. ഓക്കെ, നിങ്ങൾ കമൻറ്റൊന്ന് രേഖപ്പെടുത്തുക, നമുക്ക് അങ്ങനെ ചെയ്യാം. സോ ഇപ്പം ഞാനീ നേരെ വന്നു, കുറച്ച് ഡാം കൊടുത്തു, പക്ഷെ അത് കയറിയില്ല. ഒരു 30 സംതിങ് കൊടുത്തു, 31 കൊടുത്തു, പിന്നെ ഒരു 51 കൊടുത്തു. ദെൻ അടുത്ത കളിയല്ല, അവൻ വന്നപ്പോഴേക്കും ഗ്ലൂ വാളും കാര്യങ്ങളൊക്കെ ഇട്ടുണ്ടായിരുന്നു. ഞാൻ വന്നപ്പോഴേക്കും എൻ്റെ ഗണ്ണും കാര്യങ്ങളും റിപ്പയർ ചെയ്തു. റിപ്പയറുടെ ടൈമിൽ ഇവനാണെങ്കിൽ ഇവിടെ ഓടിച്ചൊക്കെണ്ടായിരുന്നു ഗൈസ്. ഓക്കെ, ഞാനാണെങ്കിൽ ഇവിടേക്ക് വന്നപ്പോഴേക്കും നമ്മുടെ ചെക്കനും കാര്യങ്ങളും അവിടെ നിൽക്കണ്ടായിരുന്നു. സോ എനിക്ക് ഇവിടെ ഹൈറ്റ് അഡ്വാൻറ്റേജ് കിട്ടുമെന്നാണ് ഞാൻ വിചാരിച്ചത്, പക്ഷേ എനിക്ക് കിട്ടിയില്ല ഗൈസ്. ദെൻ ഞാൻ ഇങ്ങനെ അടിച്ച് അതിങ്ങനെ കയറി ഉണ്ടായിരുന്നില്ല. ഞാൻ ഒരു 39 കൊടുത്തു. ദെൻ കുറച്ച് ഡാം കൊടുത്തു ഗൈസ്. കുറച്ച് ലാഗും പിങ്ങും ഉണ്ടായിരുന്നു, ബട്ട് അതിൻ്റെ സെക്കൻഡ് കളിയും കാര്യങ്ങളും നമ്മൾ എടുത്തിട്ടുണ്ട്. സോ അങ്ങനെ എടുത്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ സെക്കൻഡ് കളി പിന്നെ ഇനി ഇതാണ് തേർഡ് കളി കാര്യങ്ങളൊക്കെ. തേർഡ് കളിയാണെങ്കിൽ നല്ല കാമായിട്ട് പോവാണ് ഗൈസ്. അങ്ങനെ തേർഡ് കളിയും കാര്യങ്ങളൊക്കെ തുടങ്ങുകയാണ് സുഹൃത്തുക്കളെ. സോ തേർഡ് കളിയും കാര്യങ്ങളും റിലോഡൊക്കെ സെറ്റൊക്കെ ആയിട്ട് ഞാൻ പറയട്ടെ. ഓക്കെ സോ അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഗെയിമും കാര്യങ്ങളൊന്നും ലോഡായപ്പോഴേക്കും ഞാനാണെങ്കിൽ നേരെ വന്നു മണ്ടേ കയറി. പിന്നെ ഇവിടുന്ന് കുറച്ച് ഡാം കൊടുക്കാൻ നോക്കി, പക്ഷേ ഞാൻ ചെയ്യുന്ന ചെറ്റത്തരാണോന്ന് എനിക്ക് തന്നെ ഒരു തോന്നി. അതുകൊണ്ട് തന്നെ ഞാൻ താഴത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. സോ അവന് ഞാൻ തപ്പിടുന്ന സമയത്ത് അവൻ സൈഡിലേക്ക് പോയവൻ എൻ്റെ ഫ്രണ്ടിൽ വന്നിരിക്കുന്നു. അതപ്പോഴേക്കും ഞാൻ 34 കൊടുത്തു, പിന്നെ 25 കൊടുത്തു. ദെൻ കുറച്ച് ഡാം കൊടുക്കുന്നുണ്ട്, പക്ഷെ കയറിയില്ല. അവൻ അടുത്ത ഷോട്ട് കൊടുത്തു, അത് കയറിയില്ല. അവന് സെക്കൻഡ് ഷോട്ട് കൊടുത്തു, അതും കയറിയില്ല. അത് 77 കയറിയില്ലേ, 2 തൊട്ട് 77 കയറി. പിന്നെ ഒരു 93 കൊടുത്തപ്പോഴേക്കും അവിടെ ഡൗൺ ആയിട്ടുണ്ടായിരുന്നു ഗൈസ്. ഓക്കെ, അങ്ങനെ അടുത്ത കളിയും കാര്യങ്ങളൊക്കെയാണ് സുഹൃത്തുക്കൾ. സോ അങ്ങനെ ഫോർത്ത് കളിയാണ്. സോ ഫോർത്ത് കളി ഞാൻ വുഡ് പിക്കറാണ് എടുത്ത് കാണിച്ചു തന്നെ അങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നു. സോ പിന്നെ ഞാൻ എടുത്തിട്ടുണ്ട്. ഓക്കെ, അതിനടുത്ത് ഞാനിവിടെ വന്ന് നിൽക്കണ്ടായിരുന്നു പക്കർ വെച്ച് വെടി വയ്ക്കാനായിട്ട്. ഞാൻ നോക്കിയപ്പോൾ അവിടെ നിൽക്കുന്നുണ്ട് നമ്മളെ ചെക്കൻ. ഞാൻ കുറച്ച് ഡാമും കാര്യങ്ങളും കൊടുത്തില്ല, അത് കയറി കേസ്. എന്നപ്പോഴേക്കും നമ്മുടെ ചെക്കൻ തന്നെ നല്ല നൈസിന് അവനെ ഡെസേർട്ടും കൊണ്ട് ഹെഡും കാര്യങ്ങളും അടിച്ചിട്ടുണ്ടായിരുന്നു. സോ അങ്ങനെ ഫോർത്ത് കളിയും കാര്യങ്ങളൊക്കെയാണ് കേസ്. ഓക്കെ, ഫോർത്ത് കളി M187 എടുത്തു, പിന്നെ വുഡ് പക്കർ എടുത്തു, ഡെസേർട്ടുകൾ എടുത്തു. ഓക്കെ, ഇതൊക്കെ എടുത്തു. പിന്നെ ഞാൻ വേറെ എന്തൊക്കെയോ മേടിച്ചു, പിന്നെ EP മേടിച്ചു. അത് ഞാൻ സ്വിച്ചൊക്കെ ചെയ്ത് ഞാൻ കളിക്കുന്നു സുഹൃത്തുക്കളെ. സോ ഇങ്ങനെ ഈ കളി കാരണം അങ്ങനെ സന്തോഷത്തോടെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. സോ ഞാൻ നേരെ ബിൽഡിങ്ങിൻ്റെ മണ്ടേ കയറി. ദെൻ ഞാൻ ഇങ്ങോട്ട് വന്നു, അവിടെ നിന്ന് ഇങ്ങോട്ട് ചാടി.
ദെൻ ഞാൻ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. സോ അപ്പോൾ ഗൈസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരെ കാണാനില്ല. അങ്ങനെ പറഞ്ഞിരിക്കുന്ന സമയത്താണ് ദേ നിൽക്കും നമ്മുടെ പയ്യൻ. സോ നമ്മൾക്ക് ഞാനാണെങ്കിൽ കുറച്ച് ഡാമേജ് വേണമെങ്കിൽ കൊടുക്കാൻ ചെന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ അവന് കയറി ഗൈസ്. അങ്ങനെ ഞാനാണെങ്കിൽ നൈസിന് അവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അവന് ദേ നിൽക്കുന്നു നമ്മൾ പയ്യൻ. സോ അവനെ നമുക്ക് അടിച്ചിടണം. ബട്ട് എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല ഗൈസ്. ഇവിടെ എനിക്ക് ഗ്ലൂ വാളൊക്കെ കാരണം എനിക്ക് കാണാനും കൂടെ പറ്റുള്ള. ഞാൻ നേരെ ഇൻഫിനിറ്റി ക്യാസിൽ നിന്ന് താഴെ പോകണ വരെ അങ്ങ് പോയി. ദെൻ ഞാൻ അവനെ അവിടെ വിളിച്ചിരിക്കുവാണ്. ഞാൻ അവന് 13 കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാനാണെങ്കിൽ അവൻ മെഡ് അടിക്കാൻ കുറച്ച് ടൈം കൊടുത്തു. അപ്പോഴേക്കും നമ്മുടെ ചെക്കനാണെങ്കിൽ ഇവിടുന്ന് ഗ്ലൂ വാൾ കുറേ ഇട്ടിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ അറിയാൻ പെട്ടെന്ന് പുറത്തേക്ക് പോയി. പിന്നെ പെട്ടെന്ന് അവന് ഡാം കൊടുത്തു, പക്ഷെ കയറിയില്ല. അവൻ എനിക്ക് ഡാമൊന്ന് കയറി, പക്ഷെ ഞാനവന് കൊടുത്ത് കയറിയില്ല. ഞാൻ കുറച്ച് മെഡിക്കറ്റ് കാരണം അടിക്കാൻ നേരത്തെ ഇവനാണെങ്കിൽ വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് അതിനുള്ള ടൈം കൂടെ മെഡിക്കറ്റ് അടിക്കാനുള്ള ടൈം കൂടെ കിട്ടിയില്ല. സോ ഞാൻ നേരെ വന്നപ്പോഴേക്കും അവനെന്നെ ഹൈറ്റ് അഡ്വാൻറ്റേജ് വെച്ചിട്ട് കൊന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ അങ്ങനെ പിന്നെ ഞാനെനിക്ക് 187 വുഡ് പെക്കർ, ഡെസേർട്ട് ഈഗിൾ, പിന്നെ ഗ്ലൂ വാള്, പിന്നെ എന്താ സംഭവത്തിൻ്റെ പേര് പറഞ്ഞു, അഹംബൂക്കെടുത്തുണ്ടായിരുന്നു. ദെൻ M180 സോണൊക്കെ എടുത്തിട്ട് ഞാൻ നിൽക്കുവാണ്. ഓക്കെ, ഞാനതിനെ വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇപ്പോൾ ഞാനെനിക്ക് എമിനെ ഇങ്ങനെ വണ്ട പഠിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ അവൻ ഇതിൽ കൂടെ വരുമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ബാക്ക്ഗ്രൗണ്ടിൽ സൗണ്ടും കാര്യങ്ങളും ശ്രദ്ധിക്കണ്ട. ഓക്കെ, ഇതിനാണെന്നുണ്ടെങ്കിൽ റഷ് ചെയ്യാൻ കാരണം വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ വന്നപ്പോഴേക്കും അവനാണെങ്കിൽ എന്നെ ഗ്ലൂ ആയിട്ട് ബ്ലോക്ക് ആക്കി. ഓക്കെ, ഈസപ്പോൾ ഓക്കെ, ദെൻ അവന് നല്ല രീതിയിൽ ഡാമേജ് കാരണം തന്നിട്ടുണ്ടായിരുന്നു. സോ ഈസപ്പോൾ കുറച്ച് ഞാൻ അറിയാണ്ട് സ്കിപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ ഓക്കെ, സോറി അതിന്. സോ ദെൻ അത് ഞാൻ വൺ ടാപ്പ് അടിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ ദെൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആ ഗൺസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. നോട്ട് ഇനഫ് മണി പർച്ചേസ് സക്സസ്ഫുള്ളി. ഞാനതൊക്കെ ഞാൻ എന്തൊക്കെയോ മേടിച്ച് കൂട്ടിയിട്ടുണ്ടായിരുന്നു. സോ ദെൻ അങ്ങനെ നിൽക്കണം. ഓക്കെ, ഞാനും എന്നെ ലോണാവാൻ വേണ്ടി അങ്ങനെ വെയിറ്റ് ചെയ്ത് നിന്നു. ദെൻ ഗെയിം കാര്യങ്ങൾ സ്റ്റാർട്ടായി. ഞാൻ നേരെ റെഡി ആയിട്ട് നിൽക്കുകയാണ്. ഓക്കെ, ഞാൻ വന്നപ്പോൾ ദേ നിൽക്കുന്നു അവിടെ ഗ്ലൂ വാളൊക്കെ ഇട്ട് നമ്മുടെ അണ്ണൻ. അപ്പോൾ ഞാനാണെങ്കിൽ ഡാമേജും കാര്യങ്ങളും കൊടുക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ കയറണ്ടേ. ഫസ്റ്റ് തന്നെ എനിക്ക് ആർട്ടിഫിഷ്യൽ ഹൈറ്റ് അഡ്വാൻറ്റേജ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചാടി അവൻ്റെ അടുത്തേക്ക് ചെന്നു. പക്ഷേ അവനാണ് എൻ്റെ പുറകിൽ വന്നിട്ട് വെടിവെക്കാൻ നോക്കി. ദെൻ ആ നല്ലൊരു ഗ്ലൂ വാളൊക്കെ ഇട്ടിട്ട് കളിക്കുന്നുണ്ടായിരുന്നു എനിക്ക്. അത് ഞാൻ മെഡിക്കറ്റ് ഞങ്ങൾ അടിച്ചുകൊണ്ടിരുന്ന ടൈമിൽ തന്നെ അവൻ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് അവൻ്റെ ഹെഡ് കണക്റ്റ് ആയില്ല. ഓക്കെ, ജസ്റ്റ് മിസ് അവൻ്റെ ഹെഡ് എനിക്ക് കണക്റ്റ് ആയില്ല. അവനായി വിട്ടോ അവൻ്റെ ഹെഡ് എനിക്ക് കണക്റ്റ് ആയില്ല. ഞാൻ പിന്നെ ഷാട്ട് കൊടുത്തു, അതും കണക്റ്റ് ആയില്ല. എന്നിട്ട് ഞാനാണെങ്കിൽ അവിടെ വെയിറ്റ് ചെയ്ത് നിന്ന്. ഓക്കെ, ദെൻ ഞാൻ മെഡിക്കറ്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, മെഡിക്കറ്റ് ഒക്കെ അടിച്ചുകൊണ്ടിരുന്ന സമയത്ത് അവനെവിടെയോ നിൽക്കുന്നുണ്ട്. അപ്പോൾ അവനവിടെ വിളിച്ചിരിക്കുന്നത് കണ്ടുകൊണ്ട് ഞാനാണെങ്കിൽ പോവാണ്. ഓക്കെ, പക്ഷെ അവൻ എവിടെ നിന്നൊക്കെയോ നിന്നിട്ട് അവൻ ഇവിടെ നിന്ന് അവനെ കാണാനില്ല. അവൻ പെട്ടെന്ന് ഫ്രണ്ടിലേക്ക് പോയി. ബട്ട് അവൻ്റെ വൺ ടാപ്പും കാരണം നല്ല അടിച്ചിട്ടുണ്ടായിരുന്നു. ആ ഇമോട്ടും കാരണം നോക്കണ്ട. ഓക്കെ, അത് ഒരു ഫണ്ണിനിട്ടതായിരിക്കും കേസ്. ഓക്കെ, ഫണ്ണിന് പോലെ ഇട്ടതായിരിക്കും. സോ ഒരു ബുക്കും കാര്യങ്ങളൊക്കെ എടുത്തു, അത് ഇൻജാൻറ്റ് ചെയ്തു. ഞാൻ നിൽക്കുന്ന സമയത്താണ് കേസ്. ഓക്കെ, സോ അങ്ങനെ ബുക്കും കാര്യങ്ങളൊക്കെ എടുത്ത് ഞാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ് കേസ്. ഓക്കെ, സോ ഞാനാണെങ്കിൽ ഈ സൈഡിൽ വന്ന് ബുക്കൊക്കെ വന്നു. ഇവിടെ വെച്ച് ഇങ്ങനെ ഒരു ചിക്കുവാണ് കേസ്. അവൻ എന്നെ വെയിറ്റ് ചെയ്തു. പക്ഷെ അവനാണെങ്കിൽ അവിടെ കൂടെ പോയിട്ട് അവനെ കാണാനില്ല കേസ്. ഓക്കെ, അവനെ കാണാനില്ലാത്തതുകൊണ്ട് ഞാൻ അവൻ അവിടെ പോയി ഒന്ന് റഷ് ചെയ്തേക്കണോ എന്നൊക്കെ ഞാൻ വിചാരിച്ചു.
ഞാൻ പതുക്കെ ഞാൻ റഷ് ചെയ്യാനുള്ളൊരു പ്ലാനിലൊക്കെ പോവാണ് നൈസ്. എന്നാലും അവിടെ ഗ്ലൂ വാളും കാര്യങ്ങളും കണ്ട് ഞാൻ പതുക്കെ നൈസിനോട് വിളിച്ചു നിന്നു. ദെൻ ഞാൻ അങ്ങോട്ടേക്ക് ചെന്നു നൈസ്. ഓക്കെ, അങ്ങോട്ട് ചെന്ന ടൈമിലും കാര്യങ്ങളൊക്കെ ഇവനാണെങ്കിൽ ഇവിടെ ഒരുമാതിരി കൂട് കിട്ടിയിരിക്കുന്നു കണ്ടു നൈസ്. എൻ്റെ ഗ്രനേഡ് ഒന്നും ഇല്ലായിരുന്നു നൈസ്. സോ ദെൻ ഞാനാണെങ്കിൽ ഇവിടെ വന്ന് വിളിച്ചിരുന്നപ്പോഴത്തേക്ക് നമ്മുടെ ചെക്കനാണെങ്കിൽ വന്നിട്ടുണ്ടായിരുന്നു. സം വന്നിട്ട് ഇങ്ങോട്ടേക്ക് കയറാനാണ് അവൻ്റെ പ്ലാൻ. അവൻ വന്നപ്പോഴേക്കും ഞാൻ കുറച്ച് ഡാമേജും കാര്യങ്ങളും കൊടുത്തു. പക്ഷെ അവൻ ഡെഡായി ലൈസ്. പക്ഷെ അവൻ എന്നെ നല്ല രീതി അടിച്ചിട്ടുണ്ടായിരുന്നു ലൈസ്. ദെൻ അവൻ എന്നെ അടിച്ചിട്ടുണ്ട്. സ്കോർ 4-4 ആയിട്ടുണ്ട്. സോ ദെൻ അടുത്ത കളിയും കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യായിരുന്നു. സോ ഞാനാണെങ്കിൽ നേരെ വുഡ്പക്കർ എടുത്തു, ഡെസേർട്ടുകൾ എടുത്തു, വുഡ്പക്കർ എടുത്തു, പിന്നെ M18 എടുത്തു, പിന്നെ ഗ്ലൂവാള് അത് ഇത് ഒക്കെ എടുത്തു. സോ അതൊക്കെ ഇങ്ങനെ എടുത്തുകൊണ്ടിരുന്നു. ദെൻ ഞാൻ ഡെസേർട്ടുകൾ എടുത്തു, വുഡ്പക്കറും M18 വെച്ച് കളിക്കാനായിരുന്നു എൻ്റെ പ്ലാൻ. ഇത് ലോങ് റേഞ്ച് വരുന്നിടത്ത് വുഡ്പക്കറും ഷോർട്ട് റേഞ്ച് M18. സോ അറിയാലോ ഈസ്. ഓക്കെ, അതുപോലെ തന്നെ യൂസ് ചെയ്യാനായിരുന്നു എൻ്റെ പ്ലാൻ. സോ അങ്ങനെ നിൽക്കുകയാണ് ഈസ്. ഓക്കെ, ദെൻ ഞാൻ കുറച്ച് ഡാമേജ് അങ്ങനെ കൊടുക്കാൻ നോക്കി, പക്ഷെ കയറിയില്ല. പിന്നെ നോക്കി, പക്ഷെ അതും കയറിയില്ല. ദെൻ കുറച്ച് തവണ പിന്നെ നോക്കി, അതും കയറിയില്ല. അങ്ങനെ നിൽക്കുകയാണ് ഈസ്. ഓക്കെ, അത് ഞാൻ കുറച്ച് ഗ്ലൂവാളും കാര്യങ്ങളൊക്കെ ഇട്ടു, എന്നിട്ട് വെടി വെച്ചു. പക്ഷെ അതിന് ആ ഡാം കയറിയില്ലേ. പിന്നെ ഞാൻ വെടി വെച്ചു, അതും കയറിയില്ല. അങ്ങനെ നിൽക്കുകയാണ് ഈസ്. ഇവൻ എവിടെ നിന്ന് വന്നേന്ന് വിചാരിച്ച് നിങ്ങൾക്ക് ഇവനാണ് വിചാരിച്ചൊക്കെ അങ്ങോട്ടേക്ക് ഓടിയില്ല. ഞാൻ നമ്മൾക്ക് ഇവിടേക്ക് ഗ്ലൂവാളിട്ട് നിന്നു. സോ അവനാണെങ്കിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഇങ്ങോട്ടേക്ക് എൻ്റെ അടുത്തേക്ക് റഷ് ചെയ്ത് തോന്നുന്നു. അല്ലെങ്കിൽ ഞാനോ റഷ് ചെയ്യാൻ നിന്നു. സോ ആ ടൈമിൽ തന്നെ ഞാൻ ഗ്ലൂവാളിട്ടിട്ട് അവനെ അടിക്കുക. പിന്നെ അടുത്ത ഡ്രാഗ് കയറിയില്ല, അത് ഫെയിലായിപ്പോയി. പിന്നെ അടുത്ത ഞാൻ ജസ്റ്റ് ഒന്ന് എൻ്റെ ഗണ്ണും കാര്യങ്ങളും റിപ്പയർ ചെയ്യാമെന്ന് വിചാരിച്ചാണ് ഈസൊക്കെ. ആ ടൈം കൊണ്ടാൻ തന്നില്ല. ദെൻ അവനാണെങ്കിൽ ഞാൻ ഇടാൻ വന്ന ഗ്ലൂവാൾ അവനാണെങ്കിൽ എനിക്ക് ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു. സോ ഞാനാണെങ്കിൽ എനിക്ക് കുറച്ച് പനിയുണ്ട്. സോ അതിൻ്റെ ആണ് വീഡിയോ. സീരിയസ് അവനാണെങ്കിൽ എന്നെ അടിച്ചിട്ടുണ്ടായിരുന്നു. അവനെ 5th കളി അവൻ എടുത്തിട്ടുണ്ട്. സോ അവൻ എടുത്തിട്ടുണ്ട് ഈസ്. ഓക്കെ, അങ്ങനെ 10th കളി. ഓക്കെ, സോ 10th കളി ആണ് ഈസോ. 10th കളിയാണ്. ഡെസേർട്ടുകൾ, വുഡ്പക്കർ, M18, പിന്നെ വേറെ എന്തൊക്കെയോ ചെറിയ സാധനങ്ങൾ അതൊക്കെ ഇങ്ങനെ മേടിച്ചുകൊണ്ട് ഞാൻ നിൽക്കുകയാണ്. ഓക്കെ, പിന്നെ വേറെ എന്തൊക്കെ മേടിക്കായിരുന്നു ഈസൊക്കെ. ഞാൻ വുഡ്പക്കർ എൻജോയ് ചെയ്തെന്ന് തോന്നുന്നു. ഞാൻ അതൊക്കെ ചെയ്തു. പിന്നെ ഈ മൂട്ടൊക്കെ ഇടുന്ന ഫണ്ണിനാണല്ലേ, ഫണ്ണിനായിട്ട് ഇടുന്നത്. പിന്നെ അവൻ്റെ എൻ്റെ അടുത്ത് ഇത് യൂട്യൂബ് ഇടുമെന്ന് ചോദിച്ചപ്പോൾ എനിക്കത് ഒന്നും പറയാൻ പറ്റില്ല, കാരണം എൻ്റെ മൈക്കും കാര്യങ്ങളൊന്നും അടിച്ചു വരുന്നുണ്ടായിരുന്നു. സോ ഞാനാണെങ്കിൽ നേരെ നമുക്കിപ്പോൾ ദേ നിൽക്കുന്നവൻ അപ്പോഴേക്കും ഞാൻ 13 കൊടുത്തു. പക്ഷെ അത് തികഞ്ഞില്ല. അപ്പോഴേക്കും ഞാൻ 2:28 കൊടുത്തു. പക്ഷെ അതിലും അവൻ ചത്തില്ല. ഇത് ഞാനാണെങ്കിൽ വന്നു, പക്ഷെ അവനെ കാണാനില്ല. അപ്പോഴേക്കും ചെക്കനാണെങ്കിൽ നൈസ് എൻ്റെ മേത്ത് എൻ്റെ നേരെ ചാടി വന്നു. സോ അന്നപ്പോഴേക്കും ഞാനാണെങ്കിൽ കുറച്ച് ഡാം കൊടുക്കാൻ നോക്കി, പക്ഷെ അതും പറ്റിയില്ല. പിന്നെ ഡാം കൊടുക്കാൻ നോക്കി, അതും പറ്റിയില്ല. അന്നപ്പോഴേക്കും ഞാനാണെങ്കിൽ അങ്ങനെ കൊല്ലാനായിട്ട് 25 കൊടുത്തപ്പോഴേക്കും അവൻ എന്നെ പൊട്ടാസ് വെച്ചിട്ട് എന്നെ വൺടാപ്പ് അടിച്ചിട്ടുണ്ടായിരുന്നു. ശിവൻ എന്നെ പൊട്ടാസ് കൊണ്ട് വൺടാപ്പ് അടിച്ചിട്ടപ്പോൾ എനിക്ക് എൻ്റെ അനിയൻ ആണ് ഓർമ്മ വന്നത്. കാരണം അവനും പൊട്ടാസ് വൺടാപ്പ് അടിച്ചിട്ടുണ്ട് തന്നെ. അനിയൻ്റെ കയ്യിൽ നിന്ന് വൺടാപ്പ് എഴുക്കൊണ്ടുള്ള അത് വിടും. സോ അങ്ങനെ ഞാൻ ബാക്ക് ടു ഗെയിം പ്ലേ ഞാൻ നിൽക്കണം. ഓക്കെ, ദെൻ ഉപ്പുക്കരം കാര്യങ്ങൾ ഞാൻ എടുത്തിട്ടുണ്ട്. സോ അവനിങ്ങനെ ലോഡാവാനിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കണം. ഓക്കെ, ലോഡല്ല, ഈ ടൈമറൊന്നും 0 ആവാൻ. അതെല്ലാം ആയപ്പോഴേക്കും ഞാൻ ഈ സൈഡിൽ ചെന്നിട്ട് കില്ലെടുക്കാൻ പോകുമായിരുന്നു. ഓക്കെ, ഞാനാണെങ്കിൽ പതുക്കെ ഇവിടെ കുറച്ച് മൂവ്മെൻ്റൊക്കെ ഇട്ടിട്ട് സൈഡിൽ കൂടെ ചെല്ലുകയാണ്. ഓക്കെ, ഞാൻ അവൻ പ്രതീക്ഷിക്കാണ്ട് അടിക്കുക എന്നായിരുന്നു എൻ്റെ പ്ലാൻ. സോ ഞാനാണെങ്കിൽ വന്നപ്പോൾ എന്നിട്ട് ചെക്കൻ ഗ്ലൂവൊക്കെ അടിച്ചിട്ട് നിൽക്കുന്നുണ്ട്. ഞാൻ അപ്പോൾ കടന്നൊന്ന് അടിക്കാനുള്ള പ്ലാൻ നോക്കി. പിന്നെ അടിക്കാൻ നോക്കി, ഡ്രാഗ് വന്നു, കയറിയില്ല. പിന്നെ ഞാൻ ഒന്ന് കടന്നു കഴിച്ചു. ഓക്കെ, ഈ കടന്നിട്ട് അടിക്കാൻ ഞാൻ നോക്കുന്നുണ്ടായിരുന്നു. പക്ഷേ പിന്നെ ഞാൻ കടന്നപ്പോൾ ലോഡാവില്ല. എനിക്ക് പറ്റിയ പരിപാടിയില്ലെന്ന് മനസ്സിലായി. അപ്പോഴാണെങ്കിൽ അവൻ്റെ അടുത്ത് ഫ്രണ്ടാവണ പോലെ എടാ ഇവൻ എന്നെ ചെയ്യണമെന്ന് എനിക്ക് മനസ്സിലായില്ല. ഞാൻ കുറച്ച് നേരം വെള്ളം കുടിക്കും. ഇവനാണെങ്കിൽ ഡാമേജ് ഞാൻ പെട്ടെന്ന് കണ്ണൊക്കെ എടുത്തിട്ട്
കണ്ണു ചുമ്മാ എടുത്തുള്ളൂ. അപ്പോഴേക്കും ചെക്കനാണെങ്കിൽ എന്നെ അടിച്ചിടുക. പിന്നെ എനിക്ക് ഇത്തവണ ഞാൻ മനഃപൂർവ്വം കിടന്നല്ല, അവൻ അറിയാണ്ട് എൻ്റെ വിരൽ തട്ടി കിടന്നു വന്നു. അപ്പോൾ ഞാൻ കുറച്ച് ഡാമേജ് ഞാൻ കൊടുത്തു. പിന്നെ ഡ്രാഗ് ചെയ്തു, അത് കയറി ചുമ്മാ ഒരു ഫണ്ണിന് അവൻ ഇങ്ങോട്ട് ഇട്ടുകൊണ്ട് ചെക്കൻ അവനാണെങ്കിൽ ഫണ്ണിനിട്ട് ഇങ്ങോട്ട്, ഞാനും ഫണ്ണിനിട്ട് ഇങ്ങോട്ട്. സോ അങ്ങനെ ചെയ്തു. സോ ഞാൻ എന്തൊക്കെയോ മേടിച്ചു. ഒന്നും എനിക്ക് ഓർമ്മയില്ല. ഐ തിങ്ക് ഞാൻ ഗ്ലൂ ആണ് മേടിച്ചെന്ന് തോന്നുന്നില്ലേ. ഞാൻ ഗ്ലൂ അല്ല, ഞാൻ മറ്റേ മെഡിക്കിറ്റാണ്, മറ്റേ റിപ്പയർ കിറ്റോ അങ്ങനെ കണ്ട അതിൻ്റെ പേര്, അതാണ് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. സോ അങ്ങനെ ഒരു കളി കൊണ്ട് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ്റെ സെയിം 6-6 എന്ന് പറഞ്ഞ പോയിൻറ്റ്സ് ആവും. സോ ഇത് ദെൻ ഞാനാണെങ്കിൽ പതുക്കെ ഈ സൈഡിൽ നിന്ന്, അതായത് ഞാൻ സാധാരണ എടുക്കാത്ത വഴിക്കോടെയാണ് ഞാൻ പോകുന്നത്. കാരണം ഞാൻ വെച്ചാൽ ഇവൻ പ്രതീക്ഷിക്കാണ്ട് എന്നെ കൊല്ലാൻ വേണ്ടിയിട്ട് ഞാൻ വന്ന വഴിക്കോടെ വരാണ്ട് നോർമലായിട്ട് ചെല്ലി വന്നപ്പോഴേക്കും അവൻ നിൽക്കുന്ന അവിടെ. സോ ഞാൻ അപ്പോഴേക്കും അവന് കുറച്ച് ഡാമേജ് ഞാൻ കൊടുക്കാൻ നോക്കി, പക്ഷെ ഒന്നും കയറണില്ല. അപ്പോഴേക്കും എന്തോ ഭാഗത്തിന് അവൻ എന്തോ ഡാമേജ് കയറിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ സ്വിച്ച് ചെയ്ത് കളിച്ച് നോക്കി, കാരണം നമ്മുടെ സ്പെക്ട്രണ്ണൻ പറയുന്നുണ്ട് ഇനി സ്വിച്ച് കളിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് 1 ടാപ്പ് ഹെഡ് കയറുന്ന ബ്രോ കയറി. അങ്ങനെ അവൻ പെട്ടെന്ന് 1 ടാപ്പ് കയറി. ദെൻ അവൻ ഫണ്ണ് ഓക്കെ, ഫണ്ണായിരുന്നു. ഓക്കെ, സോ ദെൻ ഞാൻ പ്രത്യേകിച്ച് ഗണ്ണൊന്നും എടുക്കാതെ ഇതേ ഗണ്ണ് വെച്ച് തന്നെ കളിക്കാമെന്ന് ഞാൻ തീരുമാനിച്ചു. എന്നാന്നറിയില്ല, എനിക്ക് M18ഉം റിപ്പക്കറും ഭയങ്കര ഇഷ്ടം. അതിന് അതൊക്കെ എടുത്തിട്ട് ഞാൻ നിൽക്കണം. ഓക്കെ, ദെൻ കുറച്ച് നേരം ഞാൻ അങ്ങനെ കുറച്ച് നേരം വെയിറ്റൊക്കെ ചെയ്ത് നിൽക്കുവാണ്. ദെൻ ഇവൻ അറിയാണ്ട് പോകുമെന്നൊക്കെയാണ് എൻ്റെ പ്ലാൻ. പക്ഷേ ഇനി അവൻ്റെ അടുത്ത് ക്രഷ് ചെയ്ത് ചെല്ലണം, പിന്നെ അവൻ അറിയാണ്ട് പോകണമെന്നുകൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഈ സൈഡിൽ വന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ പോവുകയാണ്. ഇവൻ പ്രതീക്ഷിക്കാത്ത സ്ഥലത്തിൽ കൂടെ ഞാൻ നോക്കി പോവുകയാണ്. സോ ഈ കളി ഇങ്ങനെയെങ്കിലും എടുക്കണം ഗൈസ്. ഓക്കെ, അത് ക്രിട്ടിക്കൽ മാച്ചാണ്. എന്നപ്പോഴേക്കും നിൽക്കുന്നു നമ്മുടെ ചെക്കൻ. അപ്പോഴേക്കും ഞാനാണെങ്കിൽ അതിന് കുറച്ച് ഡാമേജ് ഞാനും കൊടുക്കാൻ നോക്കി, പക്ഷെ അവൻ്റെ കുത്തിപ്പിടിയാണ് ഗൈസ്. എൻ്റെ ഗൈസ് അവൻ്റെ കയ്യിൽ 2 കുത്തിപ്പിടി കണ്ണാണ് ഗൈസ് ഉള്ളത്. സോ അവനാണെങ്കിൽ കുത്തിപ്പിടിച്ച് എന്നെ കൊല്ലാൻ നോക്കുകയാണ് ഗൈസ്. അപ്പോൾ എൻ്റെ കയ്യിൽ ഇതുവരെ 1 ടാപ്പ് തന്നെ ഉള്ളൂ. ഇവനാണെങ്കിൽ എന്നെ നല്ല രീതിയിൽ കുത്തിപ്പിടിക്കുക. ഞാൻ കുത്തിപ്പിടി കാരണം നിൽക്കുമ്പോഴാണ് അവൻ എന്നെ പിന്നെയും കൊല്ലാൻ നോക്കണം. ഞാനൊന്ന് മെഡിക്കറ്റ് അടിക്കാനുള്ള ടൈം എനിക്ക് തന്നില്ല ഗൈസ്. അവൻ പെട്ടെന്ന് അവൻ എന്നെ അടിച്ചിട്ട് ഗൈസ്, അത് UMP വെച്ച് അവൻ കുത്തിപ്പിടിച്ച് എന്നെ ഡൗൺ ഇട്ട് ഗൈസ്. എന്താ പറയുക ഗൈസ്. സോ അങ്ങനെ 6-7 എന്നല്ല 6-7 എന്ന് പറഞ്ഞിട്ട് ഞാൻ കളിയും കാര്യങ്ങളും എൻ്റെ ഉണ്ട്. സോ ചെക്കൻ പറയണ്ടായിരുന്നു നമ്മുടെ അടുത്ത് വീഡിയോയും കാര്യങ്ങളും ഇടാൻ. സോ അവിടെ ഇട്ടിട്ടുണ്ട്.